ഹായ് വെൽക്കം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കുന്നത് ഒരു ജനറൽ റീഡിംഗ് ആണ്. ഒരു മൺഡേ ഡിവൈൻ ഗൈഡൻസ് പോലെയാണ് ഇന്ന് നോക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾക്കുള്ളൊരു ഇലൂഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായ ഇലൂഷൻ എന്താണെന്നുള്ളതാണ് ഇന്ന് ശിവ ഒറാക്കിൾ കാർഡിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. എന്ത് ബ്ലെസ്സിങ്സ് ആണ് ശിവ ഈ ടൈമിൽ നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ മനസ്സിലുള്ള എന്ത് മിഥ്യാഭ്രമമാണ് ഇപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ത്യജിക്കേണ്ടത് അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യമാണ് ഇന്നത്തെ റീഡിങ്ങിലൂടെ നോക്കുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുടെ സാഹചര്യം, നിങ്ങളുടെ എനർജീസുമായി റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ, പോസിറ്റീവ് കാര്യങ്ങളെ മാത്രം ഈ റീഡിങ്ങിലൂടെ സ്വീകരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. റീഡിങ്ങിൽ ലഭിച്ച കാർഡ്സ് നോക്കാം. ബ്രഹ്മാസുർ, ലോർഡ് ഗണേശ, ത്രിശൂൽ ട്രിഡൻറ്റ്, സെൽഫ് കെയർ, family emotional support, embrace light and sound, open to divine guidance. ഓക്കെ, അപ്പോൾ കറൻ്റ്ലി ഇന്നത്തെ റീഡിങ്ങിൽ കാണുന്ന വ്യക്തികളെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഇലൂഷൻ എന്ന് പറയുന്നത് അവർ പവർലെസ് ആയിട്ടാണ് നിങ്ങൾ ഫീൽ ചെയ്യുന്നത്. നിങ്ങളെ തന്നെ നിങ്ങളൊരു പവർലെസ് ആയിട്ടുള്ളൊരു പേഴ്സണായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ അങ്ങനത്തെ ഒരു മിഥ്യാധാരണയില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇലൂഷനിലാണ് നിങ്ങളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അധികം ഗ്രോ ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പല ഇൻറ്റേർണൽ ആയിട്ടുള്ള കോൺഫ്ലിക്ട്സ് ഉണ്ട്. മനസ്സിൽ വരുന്ന പല തോട്ട്സ്, ഫിയേഴ്സ് കൊണ്ട് തന്നെ നിങ്ങളെ പരിമിതപ്പെടുത്തിയിരിക്കുന്ന ഒരു ഇലൂഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരുപാട് ഗ്രോ ചെയ്യാൻ നമ്മളെ അനുവദിക്കാതെ നിൽക്കുന്ന ഒരു സ്റ്റേജിലൂടെയാണ് ഇതിൽ പല വ്യക്തികളും കടന്നു പോകുന്നത്. അത് ആ ഒരു ഇലൂഷനുള്ളൊരു റൂട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പാസ്റ്റിലുണ്ടായിരുന്ന പല ചലഞ്ചസ് ആയിരിക്കാം. പാസ്റ്റിലെ പോലെ ഫിയേഴ്സ് ഉണ്ടാകാം, ആങ്സൈറ്റീസ് ഉണ്ടാകാം, പല ഒബ്സ്റ്റക്കിൾസ് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട് ലൈഫിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് റിപ്പീറ്റഡ് ആയിട്ടുള്ളൊരു സൈക്കിളിലൂടെ ഈ ഒരു കാര്യങ്ങൾ എഗെയിൻ ആൻഡ് എഗെയിൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സ്വയം നിങ്ങൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുകയാണ്, എനിക്ക് ഇവിടം വരെയൊക്കെ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങൾ ഗ്രോ ചെയ്യേണ്ട ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ ഒരുപാട് ഷ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പരിമിതം നമ്മുടെ അവസരങ്ങൾ വന്നിട്ടും നമ്മുടെ ഒരു കോൺഫിഡൻസ് കുറവുകൊണ്ടും നമ്മുടെ പേടി കൊണ്ടും കാര്യങ്ങളെ ഒതുക്കി നിർത്തിയിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നിങ്ങളുടെ ഇവിടെ കാണുന്നത്. അതുതന്നെയാണ് നിങ്ങളുടെ ഒരു വലിയൊരു ഇലൂഷൻ, നിങ്ങളുടെ ഒരു മിഥ്യാധാരണ അല്ലെങ്കിൽ മിഥ്യാഭ്രമമായിട്ട് നിങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നത്. ഇതെങ്ങനെ ബ്രേക്ക് ചെയ്യാമെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ലോർഡ് ശിവ തരുന്ന ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് ത്രിശൂൽ എന്ന് പറയുന്ന കാർഡാണ്. അപ്പം നിങ്ങളുടെ കഴിഞ്ഞത് എന്ത് തന്നെ ആയാലും നിങ്ങളുടെ മൈൻഡിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഏത് തരത്തിലുള്ള പേടിയായാലും അതിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. ത്രിശൂൽ അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു വെപ്പണാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള കഴിവുകൾ അല്ലെങ്കിൽ അത്രയും പവർഫുള്ളായൊരു വെപ്പൺ നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്. അപ്പോൾ അങ്ങനത്തെ തോട്ട്സ്, നിങ്ങളുടെ പാസ്റ്റിനെ കുറിച്ചുള്ള റിഗ്രറ്റ്സോ പ്രസൻറ്റിനെ കുറിച്ചുള്ള ഫിയേഴ്സോ അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ആങ്സൈറ്റീസിനും എല്ലാതും ഓവർകം ചെയ്യുക എന്നുള്ളൊരു അഡ്വൈസാണ് നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കുന്നത്. അതിനുള്ളൊരു ആന്തരിക ശക്തി ഈശ്വരൻ തന്നെയായിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പണിത ഒരു കോട്ടയാണ്. നിങ്ങൾക്കൊന്നും സാധിക്കില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പരിമിതമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രത്തോളം പറ്റുള്ളൂ, എനിക്ക് ഇത്ര ഒരു ലെവലിൽ വെച്ചിട്ട് അതിലും കൂടുതൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല, ഗ്രോ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള പല നെഗറ്റീവ് തോട്ട്സിലൂടെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അത് ബ്രേക്ക് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് സെൽഫ് കെയർ എന്ന് പറയുന്നതാണ്. അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു ഡിവൈൻ വെപ്പണാണ് സെൽഫ് കെയർ എന്ന് പറയുന്നത്. നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ സെൽഫ് കെയർ എന്ന് പറയുമ്പോൾ നമ്മൾ മെഡിറ്റേഷൻ ആയിക്കോട്ടെ, നിങ്ങളുടെ ഒരു റൂട്ടീൻ സെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഗ്രോ ചെയ്യാനായിട്ട് പതിയെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇത് തന്നെയാണ് നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സിനോടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും നിൽക്കുന്ന ഒരു നെഗറ്റീവ് ഓറയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ളൊരു മാർഗമായിട്ട് ഇവിടെ കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ ഏത് സാഹചര്യത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ആ ഒരു സാഹചര്യത്തെ ഹോൾഡ് ചെയ്യുക. എഗെയിൻ നിങ്ങളൊരു ഒരു ന്യൂ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്കുള്ളൊരു സെൽഫ് കെയറിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ദിനം എങ്ങനെയായിരിക്കണം, നിങ്ങൾ എത്ര സമയം എന്തിനു വേണ്ടി ചിലവഴിക്കണം എന്നുള്ളൊരു പ്രോപ്പർ പ്ലാനിങ്ങോട് കൂടിയിട്ട് നിങ്ങൾ പോകുക. മെഡിറ്റേഷൻ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ
നിങ്ങളുടെ മൈൻഡിൽ വരുന്ന നല്ല കാര്യങ്ങളെ ജേണൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് ഉണ്ടാകാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സെൽഫ് ഫ്രീഡം തന്നെയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ആ ഒരു സെൽഫ് ഫ്രീഡമിൻ്റെ ഭാഗമായിട്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഫാമിലി ഇമോഷണൽ സപ്പോർട്ടാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ അവസരങ്ങളില്ല, അല്ലെങ്കിൽ ആരും എൻ്റെ കൂടെ ഇല്ല എന്നൊരു തോട്ട് ഉണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ തന്നെ ഒരു മാറ്റം വരുത്തുക എന്നുള്ളതാണ്. നിങ്ങൾ ചേഞ്ച് ആകുമ്പോൾ നിങ്ങളുടെ സാഹചര്യം നിങ്ങൾക്ക് ഫേവറബിളായി വരുന്നത് നിങ്ങൾക്ക് തനിയെ അത് മനസ്സിലാകുന്നതാണ്. അപ്പോൾ ഒരു ഇമോഷണൽ സപ്പോർട്ട്, നിങ്ങൾക്ക് അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നു, നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു പറ്റം പോസിറ്റീവ് ആൾക്കാർ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്, അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫാമിലി സപ്പോർട്ടും ഉണ്ടാകുന്നതാണ്. ഇത് എപ്പോഴാണ് പോസിബിൾ എന്ന് വെച്ചാൽ നിങ്ങളൊരു സെൽഫ് കെയർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ മൈൻഡിലുള്ള കാര്യങ്ങളെ ആ ഒരു തോട്ട് വരുമ്പോൾ പല കാര്യങ്ങളിലേക്ക് മൈൻഡ് ഡൈവേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ തന്നെ നിങ്ങളുടെ റൂട്ടീൻ ഉണ്ടാക്കുക ലൈഫിൻ്റെ. ഇതിലൂടെ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഇലൂഷനിൽ നിന്നിട്ട് പുറത്തു വരാൻ സാധിക്കുള്ളൂ. നിങ്ങളെ തന്നെ ഒരുപാട് ലിമിറ്റിംഗ് ബിലീഫിൽ നിർത്തിയിരിക്കുകയാണ്. അത് ഒരിക്കലും സത്യമായ കാര്യമല്ല. നിങ്ങൾക്ക് ഗ്രോ ചെയ്യാനായിട്ടുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് അതിനുള്ള കഴിവും പ്രാപ്തിയുമുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മൈൻഡിൽ ഒരുപാട് പല സയൻസ് ആയിട്ട് ഡിവൈൻ നിങ്ങൾക്ക് കാര്യങ്ങൾ എത്തിച്ചു തരുന്നുണ്ട്. അത് നിങ്ങളുടെ ഇൻഡ്യൂഷൻസ് ആയിരിക്കാം. നമ്മൾ ഈ പറയുന്ന മെഡിറ്റേഷൻസ് ആൻഡ് യോഗ ത്രൂ നിങ്ങൾക്ക് അതിനുള്ളൊരു കഴിവ് കിട്ടുന്നതാണ്. കുറച്ചും കൂടി മൈൻഡ് ഡൈവേർട്ടായി പോകാതെ നിങ്ങളുടെ ഗോൾ എന്താണോ അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഡിവൈൻ മെസ്സേജസ് അത് നിങ്ങളുടെ മെഡിറ്റേഷൻ ത്രൂ ആയിരിക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ത്രൂവോ അല്ലെങ്കിൽ ബാക്കി ഏതെങ്കിലും വഴിയിലൂടെ നിങ്ങൾക്കൊരു ഡിവൈൻ സയൻസ് കാര്യങ്ങൾ തരുന്നുണ്ടെങ്കിൽ അതിലേക്ക് ഫോക്കസ് കൊടുക്കുക. നിങ്ങളുടെ ഇൻഡ്യൂഷനെ പൂർണ്ണമായിട്ടും ട്രസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഓരോ ഡിസിഷനിലേക്ക് പോകുക എന്നുള്ളതാണ് ഇവിടെ ഡിവൈൻ ലോർഡ് ശിവ നൽകുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ മൈൻഡിൽ നിന്നും നിങ്ങളിപ്പോൾ നീക്കി നിർത്തേണ്ട ഇലൂഷൻസ്. അതിനായിട്ടുള്ള മാർഗ്ഗങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളിലേക്ക് കുറച്ചും കൂടി ഫോക്കസ് ചെയ്യുക. അതിലൂടെ നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും യൂണിവേഴ്സിൻ്റെയും അതുപോലെ ഫാമിലിയും നിങ്ങളെ കൂടെ നിർത്തുന്ന ഒരു പറ്റം ആൾക്കാരുടെ സപ്പോർട്ടാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇതുവരെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ലൈഫുമായിട്ട് റെസൊനേറ്റ് ചെയ്ത കാര്യങ്ങൾ ഈ റീഡിങ്ങിൽ വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അത് ഷെയർ ചെയ്യാനും മറക്കരുത്. പേഴ്സണൽ റീഡിംഗ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.